എല്ലാവർക്കും നമസ്കാരം. അപ്പൊ ഇന്നലെ നമ്മുടെ ഉണ്ണി വ്ലോഗ്സ് ഉണ്ണിച്ചേട്ടൻ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. നിങ്ങൾ പുള്ളിക്കാരന്റെ സിനിമ റിവ്യൂ ഒക്കെ കാണുന്നതാണെങ്കിൽ പുള്ളിക്കാരൻ ഇന്നലെ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. ഒരു വീഡിയോ അല്ലെങ്കിൽ ഒരു സിനിമ റിവ്യൂ വീഡിയോ ഇട്ടതിന് ശേഷം പുള്ളിക്കാരന് വന്ന ഒരു ത്രെഡ് കോൾ ആണ്, അല്ലെങ്കിൽ ഒരു വധഭീഷണി എന്ന് തന്നെ പറയാം. ഒരു ഡയറക്ടറുടെ സൈഡിൽ നിന്നാണ് വന്നത്. നിങ്ങൾ ആ കോളോ അല്ലെങ്കിൽ ആ വീഡിയോ ഒന്നും കണ്ടിട്ടില്ലെങ്കിൽ ഞാനൊരു 40 സെക്കൻഡ്സ് വരുന്നത് പോലത്തെ ഒരു ക്ലിപ്പ്, ആ ഒരു കോൺവെർസേഷൻ നിങ്ങൾക്ക് കേൾപ്പിക്കാം. അതിൽ കുറേ ഉണ്ട്. ഞാൻ ആ ഫുൾ വീഡിയോന്റെ ലിങ്കും എന്റെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം. ആദ്യം നിങ്ങൾ ഇതൊന്ന് കേൾക്കുക, കേട്ടിട്ട് നമുക്ക് ബാക്കി പറയാം. ഞാൻ സിനിമയുടെ ഒന്നുമല്ല. എന്താ സംഭവിക്കാൻ എനിക്കറിയാം. എന്ത് സംഭവിക്കും? ആൾക്കാർ പറയും ആ പോയി മലയാളി അങ്ങനെ കിട്ടണതേ പറയും. എനിക്ക് ഒന്നിനെ കിട്ടും. പിന്നെ ഞാൻ വിടില്ല എന്ന് പറഞ്ഞാൽ വിടില്ല. മൈരെ കേട്ടാ? ശരി. നീ ഒറ്റ തന്നിട്ടുണ്ടെങ്കിൽ നിന്റെ അഡ്രസ് പറയാം. ഓ സോറി, നിങ്ങൾക്ക് അഡ്രസ് തന്നത് പ്രൂവ് ചെയ്യേണ്ട ഗതികേട് എനിക്കില്ല. അപ്പൊ നിങ്ങൾ ഈ ഓഡിയോ ക്ലിപ്പ് കേട്ടല്ലോ, ഇത് ചെറുതാണ് ഗൈസ്. ഇതിനൊരു എക്സ്റ്റൻഡ് വേർഷൻ ഉണ്ട്, അത് ഉണ്ണിച്ചേട്ടന്റെ ആ വീഡിയോയിലുണ്ട്. ഏകദേശം 1 മിനിറ്റോളം ആ വീഡിയോ ഉണ്ട്. ഇത്ര ചീപ്പായിട്ട് ഒരാൾ സംസാരിക്കാൻ പറ്റും? താനൊരു സിനിമാ ഡയറക്ടറാണെന്ന് പോലുള്ള ബോധമില്ലാതെയാണ് പുള്ളിക്കാരൻ ഇന്നലെ വിളിച്ച അങ്ങനെ തെറി പറഞ്ഞിരിക്കുന്നത്. വ്യക്തിപരമായ എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ ഈ ഉണ്ണി എന്ന് പറയുന്ന ആളെ തെറി വിളിക്കണം, അല്ലാതെ അയാളുടെ വീട്ടിലുള്ളവരെ തെറി വിളിക്കാൻ പാടില്ല. പിന്നെ തെറി വിളിച്ചത് തെറ്റ്, അതിൽ അയാളുടെ വീട്ടുകാരനെ അയാൾ തെറി വിളിക്കുന്നത്. നിങ്ങളൊരു സിനിമ എടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതിൽ ക്രിട്ടിക് റിവ്യൂസ് ഒക്കെ വരുമ്പോൾ അതിൽ നെഗറ്റീവ് റിവ്യൂസ് ഉണ്ടാവും, പോസിറ്റീവ്സ് മാത്രം എല്ലാ സൈഡിലും ഇല്ല. അത് ഏതൊരു ഇൻഡസ്ട്രി എടുത്താലും, ഇപ്പോൾ ഒരു IT ആണെങ്കിൽ ശരി, അല്ലെങ്കിൽ ഒരു മെക്കാനിക് സൈഡ് ആണെങ്കിൽ ശരി, ഒരു കാർ മാനുഫാക്ചറേഴ്സ് എന്താണെങ്കിലും അവിടെ ഒരു നെഗറ്റീവ് സൈഡും ഉണ്ടാവും. ആരും എല്ലാത്തിനും നല്ലത് മാത്രം പറയില്ല മിസ്റ്റർ അനീഷ് അൻവർ, അത് മനസ്സിലാക്കൂ. അതുകൂടാതെ ഈ ഒരു ഉണ്ണി എന്ന് പറയുന്ന ആളെ റിവ്യൂ പറഞ്ഞത് കൊണ്ട് മാത്രം നിങ്ങളുടെ സിനിമ അവിടെ തോൽക്കുന്നില്ല. നിങ്ങളൊരു നല്ല പ്രൊഡക്റ്റ് കൊടുത്തിട്ടുണ്ടെങ്കിൽ തീർച്ചയായും ഉണ്ണിയുടെ റിവ്യൂ ഒന്നും ആരും വില വെക്കില്ല. എല്ലാവരും ആ സിനിമ കാണും. നിങ്ങൾക്ക് നിങ്ങളുടെ പ്രൊഡക്റ്റിന് മേലുള്ള വിശ്വാസം ഇല്ലാത്തതുകൊണ്ടാണ് നിങ്ങൾ ഇങ്ങനെ ഈ കിടന്ന് കത്തിയതെന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. ഓക്കെ, ഇപ്പോൾ ഇത് ഞാൻ കുറെ ആയിട്ട് കാണുന്നു. കേരളത്തിൽ ആരെന്തെങ്കിലും വന്ന് റിവ്യൂ പറഞ്ഞാലും, അല്ലെങ്കിൽ ഒരു നെഗറ്റീവ് റിവ്യൂ, നല്ലൊരു സിനിമ അല്ലെങ്കിൽ അതിനെക്കുറിച്ച് സത്യസന്ധമായ നെഗറ്റീവ് റിവ്യൂ അല്ല, അത് സത്യസന്ധമായ ഞങ്ങൾക്ക് ഇഷ്ടപ്പെട്ടില്ല എന്ന് ആരെങ്കിലും പറഞ്ഞാൽ അവിടെ തുടങ്ങി ചാനൽ ചർച്ചകളും പ്രശ്നങ്ങളും റിവ്യൂ പറയുന്നത്. ഇത് കേരളത്തിൽ മാത്രമേ കാണാൻ പറ്റുന്നുള്ളൂ. ഇവര് പറയുന്നത് ഒരു സിനിമയ്ക്ക് പിന്നാലെ നിറയെ പേരുടെ കഷ്ടപ്പാടുകൾ ഉണ്ടെന്നാണ്. അത് എവിടെ ഇല്ലാത്ത കഷ്ടപ്പാടുകൾ. ഒരു കർഷകനെ എടുക്കൂ, പുള്ളിക്കാരൻ 1 വർഷത്തോളം പണിയെടുത്തിട്ടാണ് അവിടെ നിന്ന് നെല്ല് നമുക്ക് കൊണ്ടുതരുന്നത്. ആ നെല്ല് മുളച്ചതാണെങ്കിൽ നിങ്ങൾ കർഷകന്റെ കഷ്ടപ്പാട് കണ്ടിട്ട് നെല്ല് കഴിക്കും, മുളച്ച നെല്ല് കഴിക്കില്ല. അപ്പൊ നിങ്ങൾ എല്ലാവരും മാറ്റി നിർത്തും. അതുപോലെ തന്നെ ഒരു സിനിമ എൻ പ്രൊഡക്റ്റ് നന്നായിട്ടില്ലെങ്കിൽ ജനങ്ങൾ അതിനെ നല്ലതല്ല എന്ന് തന്നെ പറയും. ഇല്ലെങ്കിൽ ഒരു റിവ്യൂവർ ഉണ്ടെങ്കിൽ അവൻ നല്ലതല്ല എന്നല്ലേ പറയും. നിങ്ങൾ നല്ലൊരു പ്രൊഡക്റ്റ് കൊടുക്കൂ, ഏത് റിവ്യൂവറും ആരെന്ത് കുറ്റം പറഞ്ഞാലും ജനങ്ങൾക്ക് അത് ഇഷ്ടപ്പെട്ടാൽ ആ സിനിമ തിയേറ്ററിൽ ഓടും. അതിനിങ്ങനെ കയറിയിട്ട് ഒരു ഒരു സെൻസ് ഇല്ലാത്ത പോലെ ഒരാളെ വിളിച്ചിട്ട് ഇത്ര വൃത്തികെട്ടവര് സംസാരിക്കാൻ പാടില്ലായിരുന്നു. അതും ഒരു സ്റ്റേറ്റ് അവാർഡ് കിട്ടിയ വ്യക്തിയൊന്നും ഇത്ര തരം താഴ്ന്ന ലെവലിൽ സംസാരിക്കാൻ പാടില്ലായിരുന്നു. മിസ്റ്റർ അനീഷ് അൻവർ, നിങ്ങളുടെ ഇനി ഒരു സിനിമ വന്നാൽ കൂടി ഞങ്ങൾക്ക് ആർക്കും കാണാൻ താല്പര്യമില്ല എന്ന് ഞാൻ പറയും. ഞാൻ കാണില്ല പേഴ്സണലി, കാരണം നിങ്ങളുടെ മെന്റാലിറ്റി ഇതാണെങ്കിൽ പിന്നെ ഞങ്ങൾക്ക് ആ സിനിമ കാണണമെന്നില്ല. നിങ്ങൾ അടിച്ചേൽപ്പിക്കുകയാണ്. നിങ്ങൾ ഇറക്കിയ സിനിമ അത്ര നന്നാവണം, ഇല്ലെങ്കിൽ നിങ്ങൾക്ക് അത് ഇഷ്ടപ്പെടണം നിങ്ങൾ പറഞ്ഞിട്ട് അതിന്റെ ആവശ്യമില്ല. ഞങ്ങൾക്ക് ആ സിനിമ കാണേണ്ട ആവശ്യമില്ല. ആ സിനിമ കാണരുത്. ആ സിനിമ കാണില്ല, ഞാൻ കാണില്ല. ബാക്കിയുള്ളവർക്ക് വേണമെങ്കിൽ പോയി കാണാം. ഇതിപ്പോ ഒരു പ്രൊമോഷനായി, ആരും അറിയാത്തൊരു സിനിമ ഇതിപ്പോ ഒരു പ്രൊമോഷനായി. എന്തായാലും വേണ്ടവർക്ക് കാണാം, കണ്ടിട്ട് നിങ്ങളുടെ അഭിപ്രായം പറയാം. ഉണ്ണിച്ചേട്ടൻ പറഞ്ഞതിൽ എന്തെങ്കിലും വ്യത്യാസമുണ്ടെങ്കിൽ അതും പറയാം. നിങ്ങളുടെയൊക്കെ അഭിപ്രായം എന്താന്ന് പറയാം. ഞാൻ ഉണ്ണിച്ചേട്ടനോടൊപ്പം നിൽക്കുന്നു. പുള്ളിക്കാരൻ ആ ഫോർമൽ പോലീസ് കംപ്ലൈന്റുമായിട്ട് മുന്നോട്ട് പോകണം എന്നാണ് എൻ്റെ ആഗ്രഹം.